ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പറഞ്ഞേക്കുന്ന കംപ്ലയിൻറ്റ് മെയിനായിട്ടൊരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ മിസ്സിങ് കംപ്ലയിൻ്റ് ആണ്. അതായത് വണ്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് വണ്ടി എടുക്കേണ്ടി വന്നാൽ, അതായത് അതല്ലെങ്കിൽ രാവിലെ കൊണ്ടുവന്ന് വെച്ച് വർക്ക് കഴിഞ്ഞ് വൈകിട്ടൊക്കെ വണ്ടി എടുക്കുന്ന സമയത്തായാലും കുറച്ച് നേരം വണ്ടി റെസ്റ്റിൽ ഇരുന്നിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിസ്സിങ് കംപ്ലയിൻ്റ് ആണ്. നമ്മൾ ഓടിച്ച് നോക്കി നല്ല രീതിയിൽ മിസ്സിങ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ 60 കിലോമീറ്റർ മുകളിലേക്ക് പോകുമ്പോഴത്തേക്കും വണ്ടി സ്മൂത്ത് അല്ല എന്നൊരു രീതിയിൽ പറയുന്നുണ്ട്, ഓടിക്കാൻ സ്മൂത്ത് ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഒരു കംപ്ലയിൻ്റ് ആണ്. പിന്നെ ബ്രേക്ക് ലൈറ്റ് ചെക്ക് ചെയ്യുക, വൈസർ, വിൻഡ് സ്ക്രീന്, ക്രോം കവർ ഇതൊക്കെ മാറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. വാട്ടർ സർവീസ് വേണ്ടതെന്നാണ് പറഞ്ഞേക്കണേ. എഞ്ചിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞത്. ഓയിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ മോശമായിട്ടൊന്നും തോന്നണില്ല കേട്ടോ, അത്യാവശ്യം നല്ല ഓയിലായിട്ടാണ് തോന്നുന്നത്. അത് 3000 കിലോമീറ്റർ ഓയിലിൻ്റെ കണ്ടീഷൻ കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടത്. 3000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിൽ മാറ്റി പുതിയത് ഒഴിക്കാം. നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തൊഴിൽ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനർ കിടക്കണേ, പുതിയ ലൈനറാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി. ഹബിനകത്ത് ലൈനർ ഒഴിഞ്ഞിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഒന്ന് ക്ലീൻ ചെയ്ത് തരാം. എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പുതിയ ഫിൽറ്റർ കിടക്കണം കേട്ടോ, കമ്പനി ഫിൽറ്റർ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ്. നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാറ്ററിയുടെ ഭാഗം നോക്കുമ്പോൾ 2025 ബാറ്ററി, പുതിയ ബാറ്ററിയാണ്. ചെയിൻ സ്പോക്കറ്റൊക്കെ പുതിയതാണ്. ചെയിൻ ലൂസ് ഉണ്ട്, നമുക്കൊന്ന് ടൈറ്റ് ചെയ്ത് കയറ്റിയാൽ മതി. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. പുതിയ പ്ലഗ്ഗാണ്, അതുപോലെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് അഴിച്ചാൽ, ബ്രേക്ക് പാഡൊക്കെ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ വൈസർ, വിൻഡ് സ്ക്രീന്, ക്രോം കവർ, ഹെഡ്ലൈറ്റ് ഇല്ല, ഈ 3 പീസുകൾ മാർട്ടിനേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കാർബേറ്ററിൻ്റെയാണ് പ്രോബ്ലം. കാർബേറ്റർ എന്ന് പറഞ്ഞാൽ പുതിയ കാർബേറ്ററാണ് വണ്ടിയിൽ ഇരിക്കുന്ന കാർബേറ്റർ. ഇടയ്ക്ക് കംപ്ലയിൻ്റ് ആയിട്ട് മാറ്റിയതാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ നോക്കിക്കോട്ടോ, കാരണം ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ മൊത്തം പൊടിയൊക്കെ ഈ ഫംഗസ് പിടിച്ചാൽ പൊടി പോലെ പൊടിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ കേട്ടോ. കാർബേറ്റർ പുതിയ കാർബേറ്ററാണ്, പുത്തൻ കാർബേറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ സിറ്റുവേഷൻ ഇതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഇവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. അതിൻ്റെ ഉള്ളിലൊക്കെ വന്ന് അഴുക്ക് അടിഞ്ഞു കൂടിയാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിനകത്ത് വരുന്ന എത്തനോളിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് ശരിക്കും. ഇത് ഒട്ടുമിക്ക വണ്ടികളിലും കോമൺ ആയിട്ട് വന്ന കംപ്ലയിൻ്റ് ആണ്. പുതിയത് മാറ്റി വയ്ക്കുമ്പോൾ ഒരു പരിധി വരെയൊക്കെ അത് സോൾവ് ആവാറുണ്ട്, കുറച്ച് നാളത്തേക്ക് തന്നെയും. ഇത് നേരെ വിപരീതമാണ്. പുതിയത് വെച്ചിട്ടും രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. ഈ സ്ലോ ജെറ്റൊക്കെ ഓൾറെഡി ബ്ലോക്കായി പോയേക്കാം. ജെറ്റ് നമുക്ക് മാറ്റിയിടണം. കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ റിപ്പീറ്റും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന പെട്രോൾ തന്നെയാണ്. കംപ്ലയിൻറ്റ്സ് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് മേജറായിട്ടുള്ള പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്ത് തരാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനതിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ട് വീഡിയോസ് ചെയ്ത് ഇട്ടേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ. ജനറൽ സർവീസ് അതിന് പുറമെ കാർബറേറ്റർ ക്ലീനിങ് ആൻഡ് വൈസർ, ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ, ഹെഡ്ലൈറ്റ് അല്ല വൈസർ, അതിൻ്റെ വിൻഡ്ഷീൽഡൊക്കെ മാറ്റാനുണ്ട്. അതടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഇടണം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരെ വാട്സാപ്പിൽ. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം.